ഹലോ കൂട്ടുകാരെ, അങ്ങനെ ഞങ്ങൾ ആനച്ചാടിയെല്ലാം കണ്ട് തിരിച്ചിറങ്ങി വരുന്ന വഴിയാണ്. ആനച്ചാടി എന്ന് പറയുന്നത് ഹാരിസൺസ് പ്ലാന്റേഷൻ ഒക്കെയുള്ള ഏരിയ കയറി അങ്ങ് ചെല്ലുമ്പോഴാണ്, ഒരുപാട് ഇങ്ങനെ കയറി അങ്ങനെ പോകുമ്പോഴാണ് ഈ ആനച്ചാടി എന്ന് പറയുന്ന സ്ഥലം. അത് കഴിഞ്ഞ് ഞങ്ങൾ താഴോട്ട് ഇറങ്ങി വന്നപ്പോൾ താഴെ കണ്ട കാഴ്ചകളാണ്. താഴെ നല്ല പ്ലാന്റേഷനാണ്, ഹാരിസൺ ആൻഡ് കമ്പനിയുടെ പ്ലാന്റേഷൻസ് ആണ് ഈ ഒരുക്കി ഇരിക്കുന്നത്. ട്രാക്ടർ ഉപയോഗിച്ച് അവിടെ നിരപ്പാക്കി ഈ കൈതച്ചക്കയാണ് നട്ടിട്ടിരിക്കുന്നത്. അങ്ങ് മുകളിലോട്ടല്ല, ഏക്കർ കണക്കിന് കൈതയാണ് നട്ടിട്ടിരിക്കുന്നത്. ഏക്കർ കണക്കിന് പ്രോപ്പർട്ടിയിലാണ് ഇത് നട്ട് ഇട്ടിരിക്കുന്നത്. മുകളിലോട്ടെല്ലാം മല പോലെ ഇങ്ങനെ പച്ചപ്പ് ഇങ്ങനെ കാണുന്നു. അവിടെ എല്ലാം ഈ കൃഷി ചെയ്തിരിക്കുകയാണ്. അങ്ങ് കുറച്ച് സ്ഥലമല്ല, ഇത് ഒരുപാട് ഏക്കർ കണക്കിന് വിസ്തൃതിയിലാണ് ഇത് കാണപ്പെടുന്നത്. നിലം അതിൻ്റെ എല്ലാം റെഡിയാക്കി ഇടുന്നു താഴെ ട്രാക്ടർ ഉപയോഗിച്ച്. ഇവിടെ എല്ലാം തോട്ടപ്പയർ പടർത്തി വിട്ടിരിക്കുന്നു. മുകളിലെല്ലാം റബ്ബർ മരങ്ങളാണ്. മുകളിൽ അങ്ങനെ കയറി അങ്ങനെ പോകുമ്പോൾ നിറച്ച് തോട്ടപ്പയറും പടർത്തി വിട്ടിരിക്കുന്നു. മുകളിലോട്ടല്ല, ഇത് റബ്ബർ മരങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്നതിന് വേണ്ടിയാണ്. വെയിലേൽക്കാതെ അതിൻ്റെ ചുവട് നല്ല ഒരു കുളിർമ കിട്ടുന്നതിന് വേണ്ടിയാണ്, ചെടിയുടെ ആരോഗ്യത്തിന് വേണ്ടിയാണ് തോട്ടപ്പയർ നട്ട് വളർത്തിയിരിക്കുന്നത്. ഇഷ്ടം പോലെ കാണുന്നുണ്ട്. അതിങ്ങനെ പടർന്ന് കിടക്കുന്നത് കാണാൻ തന്നെ നല്ല ഒരു സൂപ്പർ വ്യൂ ആണ് കൂട്ടുകാരെ. ഇതാണ് നമ്മുടെ നമ്മുടെ കൊല്ലത്തിൻ്റെ മൂന്നാറെന്ന് വേണമെങ്കിൽ പറയാം. ഇഷ്ടം പോലെ തേയിലച്ചെടികളും എല്ലാം മുകളിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങ് ഏക്കർ കണക്കിന് പ്രോപ്പർട്ടിയിൽ ഇങ്ങനെ നമ്മൾ മൂന്നാറൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കയറി പോകുന്ന ആ ഇരു സൈഡിലും ഇങ്ങനെ ഇഷ്ടം പോലെ നട്ട് പിടിപ്പിച്ചിരിക്കുകയാണ് കൂട്ടുകാരെ. ഇത് എല്ലാവരും ഇതൊന്ന് അനുഭവിച്ചറിയണം. അത്രയ്ക്കാണ് ഇതിൻ്റെ ഈ നിർമ്മിതി. ഈ പ്ലാന്റേഷൻ എന്ന് പറയുന്നത് ഒന്ന് കാണേണ്ടുന്ന കാഴ്ചയാണ്. അങ്ങോട്ട് പോകുന്ന വഴിക്കാണ് നേരത്തെ ഞാൻ കാണിച്ച ഞാനൊരു വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. അതും പിന്നീട് ഇടുന്നതാണ് കൂട്ടുകാരെ. വണ്ടർഫുള്ളാണ് ഇതെല്ലാം കാണുന്നത്. ഇതുവരെ ഇത്രയും നാളും യാത്ര ചെയ്തതിൽ വെച്ച് ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കൂട്ടുകാരെ. ഇന്ന് സുന്ദര പാണ്ഡ്യപുരത്തെ സൂര്യകാന്തി പൂക്കളെല്ലാം കണ്ട് തിരിച്ചു വരുന്ന വഴിക്കാണ് നമ്മൾ ഈ ചാനലിൽ കണ്ടായിരുന്നു ഈ ആനച്ചാടി എന്ന് പറയുന്ന സ്ഥലം. എല്ലാവരും അവിടെ നിന്ന് പോകണം. കൊല്ലത്തിൻ്റെ മൂന്നാറെന്നാണ് അറിയപ്പെടുന്നത്. അത്രയ്ക്ക് ആണ്, മൂന്നാർ പോയാൽ പോലും കിട്ടാത്ത അത്രയ്ക്കൊരു ഫീലാണ് നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്നത്. മുകളിലത്തെ തേയിലത്തോട്ടത്തിൻ്റെതൊന്നും ഞാൻ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടില്ല. ഇത് ഞങ്ങൾ കുറച്ച് താഴെ ഇറങ്ങി വന്നിട്ടുള്ള വ്യൂ ആണ്. അങ്ങോട്ടെല്ലാം റബ്ബർ മരങ്ങൾ കാണുന്നത് കണ്ടില്ലേ കൂട്ടുകാരെ. ഇതോ മുകളിൽ ബംഗ്ലാവാണ്, മാനേജറുടെ ആരുടെയൊക്കെ ബംഗ്ലാവാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ അതിൻ്റെ അപ്പുറത്തായിട്ട് ഫോറസ്റ്റ് സ്ഥിതി ചെയ്യുന്നു. അങ്ങോട്ട് പോകരുതെന്ന് അവിടെ ചെന്നപ്പോൾ അതിൻ്റെ വാച്ചർ പറഞ്ഞു. കാരണം ആന ഇറങ്ങും, പിന്നെ കിലോമീറ്ററുകളോളം ഒറ്റ ആളുകളും ഇല്ല. അതുകൊണ്ട് ഇത്തിരി റിസ്ക്കാണ്. അതുകൊണ്ട് ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, അവിടം വരെ പോയിട്ട് തിരിച്ച് വരണമെന്നാണ് കൂട്ടുകാരെ പറഞ്ഞത്. തോട്ടപ്പയർ കണ്ട പടർന്ന് കിടക്കുന്നത്, സൂപ്പർ! എന്തൊരു തണുപ്പും എന്തൊരു സുഖകരമായ നല്ല ഒരു ക്ലൈമറ്റ്, നല്ല കുളിർമയാണ് ഇവിടെ നിൽക്കുമ്പോൾ അനുഭവപ്പെടുന്നത്. എല്ലാ കൂട്ടുകാരും സമയം കിട്ടുമ്പോൾ അങ്ങ് ദൂരെ ഒന്നും പോകേണ്ട കാര്യമില്ല. ഇത് തന്നെയാണ് നമ്മുടെ സ്വർഗമെന്ന് പറയുന്നത്. ഇത് കാണുമ്പോൾ മനസ്സിലാകും. അങ്ങ് ദൂരെയായിട്ട് കോട പോലെ കിടക്കുന്നത് കണ്ടില്ലേ കൂട്ടുകാരെ. നമ്മൾ പിന്നെ ഊട്ടിയിലൊക്കെ പോകുമ്പോൾ കാണുന്ന ഒരു ഫീല് അങ്ങോട്ട് നോക്കുമ്പോൾ അങ്ങ് കൊച്ചൊരു കുടിൽ പോലെ കാണുന്നുണ്ട്. അത് ഈ ജോലിക്കാർക്ക് വേണ്ടുന്ന സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടിയാണ് കൂട്ടുകാരെ. ഞങ്ങളിവിടെ നിന്ന് ഇതെല്ലാം ഇങ്ങനെ കാണുകയാണ്. തോട്ടപ്പയർ കണ്ട ഇല്ല കാണുന്നതാണ് മുകളിലോട്ടുള്ള റോഡ്.
ഇങ്ങനെ കയറി കയറി ഇങ്ങനെ പോകണം. ഈ ബാക്കി വീഡിയോസ് ഇതിൻ്റെ പിന്നാലെ ഇടാം കൂട്ടുകാർ. ഓക്കെ, എല്ലാവർക്കും ഗുഡ് ഈവനിങ്.